സംഭവിച്ച രാമോളകര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ, അമ്പലത്തിന് മുമ്പിൽ തന്നെ അവർ കൊച്ചും 3 പേരും, അനിയത്തി ഉണ്ടായി, ചേച്ചി ഉണ്ടായി, വേറെ 2 പിള്ളേരുകൾ, പിന്നെ ഈ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അവർ തൊട്ടിപ്പുറം മാറി കയറും. കൊച്ചുകൾ കളിച്ചുകൊണ്ട് ഈ കാലം 2-3 പട്ടികൾ ഓടി വന്നു. അതിലൊരു പട്ടി ഓടി വന്നു കൊച്ചിൻ്റെ ചെവിടിന് കടിക്കൽ മാത്രമല്ല അതിൻ്റെ ഒരു പീസ് നഷ്ടപ്പെട്ടു. അന്നേരം കിട്ടിയില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്നേരം ഇറങ്ങി ഓടിച്ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കിട്ടിയിട്ട് ഞങ്ങൾ പുറേന് ആ പീസുമായിട്ട് വന്നത്. കുറേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞങ്ങൾ ഒന്നിച്ചിങ്ങാട് ഇവിടെ എത്തിയേക്കണം. അവിടെ വെച്ച് ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷനൊക്കെ എടുത്താറുണ്ട്, വാക്സിൻ എടുത്താറുണ്ട്, എല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കോട്ടയത്തേക്കാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വീടാണ് അവർ. എന്നാലും നമുക്കിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചാക്കേന്. തെരുവായ ശല്യം പൊതുവെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ അവിടെ നീണ്ടൂർ പ്രദേശത്ത് ഇപ്പോൾ തെരുവായ ശല്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിയമം അതിനനുസരിക്കാനുള്ള. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാമായിരുന്നു തരുവാവില്ല. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാണല്ലോ, ആർക്കും തരൂല. അവരെ പെട്ടെന്ന് കൊന്ന കേസിൽ പ്രതിയാവുന്നുള്ളതുകൊണ്ട് നമുക്ക് ആർക്കും അതിന് തയ്യാറാമോ. മുൻപ് ഞാൻ മുൻ പഞ്ചായത്ത് പറയുമ്പോൾ അന്നൊക്കെ പഞ്ചായത്ത് പിടിക്കുമായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് പിടിക്കുന്ന പരിപാടിയില്ല. എന്തോ നായനെ കെട്ടി അവർ നാട്ടുകാർ തല്ലി കൊന്നിട്ടുണ്ട്. അവിടെ ഉണ്ട്. അത് ഫീസർ ചെയ്ത് വെച്ചാക്കേൻ. നാളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഫീസർ ചെയ്ത് വെച്ചാക്കേൻ. അടുത്ത പഞ്ചായത്ത് മെമ്പർ, ഇപ്പോഴത്തെ മെമ്പർ, അത് ഫീസർ ചെയ്ത് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്തോ പേ ഉള്ളതാണെന്നാണ് നമ്മുടെ കണക്കൂട്ടൽ. എന്നുവെച്ചാൽ കാഴ്ച എന്നുവെച്ചാൽ പട്ടി പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്ത് അവിടെ 2 കുട്ടികളുണ്ടായിരുന്നു. 3 കുട്ടികൾ വേറെ ആർക്കും കടിയേറ്റിട്ടില്ല. ആ